എല്ലാവർക്കും നമസ്കാരം. എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്സിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവണം, സസ്റ്റൈനബിൾ ആയിട്ട്, അല്ലെങ്കിൽ ആ വളർച്ച നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത്. ഈ ബിസിനസ് വളർച്ചയുടെ 3 ഘട്ടങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുകയും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെ വ്യക്തമായി തിരിച്ചറിയുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ 3 ലെവലുകൾ: ലെവൽ 1 സ്ട്രാറ്റജി, ലെവൽ 2 പ്ലാനിങ്, ലെവൽ 3 എക്സിക്യൂഷൻ. ഈ 3 ലെവലുകൾ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു കാര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇടത്തരം ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് വലിയ സ്ട്രാറ്റജി ഉണ്ടാക്കിയാലും എത്ര പ്ലാൻ ചെയ്താലും എന്താ കാര്യം, എക്സിക്യൂഷൻ നടക്കണ്ടേ, എക്സിക്യൂഷൻ അല്ലേ ഏറ്റവും പ്രാധാന്യം എന്ന് ചിന്തിക്കും. എന്നാൽ ഇന്ന് നിങ്ങളോട് കുറച്ച് വിരുദ്ധമായ കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. കാരണം കൂടുതൽ ബിസിനസ്സുകൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ 3ാമത്തെ ലെവലിലാണ്, അതായത് എക്സിക്യൂഷനിൽ. എന്നാൽ ബെസ്റ്റ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ശക്തമായി വളരുന്ന ബിസിനസ്സുകൾ നോക്കിയാൽ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ലെവൽ 1 അഥവാ സ്ട്രാറ്റജിയിലാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയാം. കാരണം എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുക നടപ്പിലാക്കുന്ന കാര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എപ്പോഴും ഈ ക്യാമ്പയിനുകൾ ലോഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ, പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ, സെയിൽസ് പ്രോസസ്സുകൾ റൺ ചെയ്യുന്ന കാര്യത്തിൽ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ഡെലിവർ ചെയ്യുന്ന കാര്യത്തിൽ, ഇത്തരം കാര്യങ്ങളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഈ എക്സിക്യൂഷൻ ലെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്നുള്ളത്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് പലപ്പോഴും പതുക്കെയാണ് അതിൽ മാറ്റങ്ങൾ നമുക്ക് വിസിബിളായിട്ട് കാണുള്ളൂ. അപ്പോൾ ഇവിടെയാണ് വലിയ വ്യത്യാസം വരുന്നത്. എന്നാൽ വളരെ സ്കെയിൽ ചെയ്യുന്ന ബിസിനസ്സുകൾ അല്ലെങ്കിൽ വളർച്ച കൊണ്ടുവരുന്ന ബിസിനസ്സുകൾ ഈ ഓരോ ലെവലും സ്ട്രെങ്തൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്, എന്നിട്ടാണ് എക്സിക്യൂഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയ്ക്ക് ഈ 3 ലെയറുകളും ആവശ്യമാണ്. അപ്പോൾ അതിൽ സ്ട്രാറ്റജിയുടെ ഭാഗം ഒന്ന് പറയാം. ലെവൽ 1 ആയ സ്ട്രാറ്റജി, ഹൗ ദ ബിസിനസ് വിൻസ് എന്നുള്ളത് ഇവിടെയാണ് ഒരു ബിസിനസ്സുകാരൻ കണ്ടെത്തേണ്ടത്. എൻ്റെ ബിസിനസ് എങ്ങനെ വിജയിക്കും, എങ്ങനെ വളരും എന്നുള്ളത്. കാരണം ഇവിടെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ നയിക്കുന്ന ആളുകൾ ചില പ്രധാന ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. ഏത് മാർക്കറ്റിനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏത് തരം കസ്റ്റമറെയാണ് ഞാൻ സെർവ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ അഡ്വാൻറ്റേജ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹയർ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്, എൻ്റെ ബിസിനസ്സിനെ മറ്റ് ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സ്ട്രാറ്റജി സൈഡിലാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ സ്ട്രാറ്റജി ക്രിയേറ്റ്സ് യുവർ ഫോക്കസ് എന്നാണ്. നമ്മുടെ ഫോക്കസ്, ബിസിനസ്സിലുള്ള ഫോക്കസ് കൂട്ടാൻ സ്ട്രാറ്റജി തീർച്ചയായിട്ടും ആവശ്യമാണ്. ദെൻ പ്ലാനിങ് അടുത്ത ലെയറാണ്. പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഹൗ സ്ട്രാറ്റജി ബിക്കംസ് ആക്ഷൻ. നമ്മൾ കണ്ടെത്തിയ തന്ത്രങ്ങളൊക്കെ എങ്ങനെ ആക്ഷനിലേക്ക് കൊണ്ടുവരും. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിസിഷൻസിന് പ്രയോറിറ്റികൾ നിശ്ചയിക്കേണ്ടത്. നമ്മുടെ അംബീഷനെ എക്സിക്യൂഷനിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു കണ്ണി ഇതാണ്. കാരണം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, എത്ര സംവിധാനങ്ങൾ അഥവാ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യണം, റോഡ് മാപ്പുകൾ എങ്ങനെ നിശ്ചയിക്കാം, ഓണർഷിപ്പ് എങ്ങനെ ബിസിനസ്സിൽ കൊണ്ടുവരും, എങ്ങനെ അളവുകോലുകൾ അല്ലെങ്കിൽ എന്തിനെ മെഷർ ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്ലാനിങ് ഹെൽപ്സ് ക്രിയേറ്റ് അലൈൻമെൻറ്റ് അക്രോസ് ദ ബിസിനസ് എന്ന് പറയാം. ബിസിനസ്സിൻ്റെ എല്ലാ ഏരിയകളിലും ഒരു അലൈൻമെൻറ്റ് കൊണ്ടുവരാൻ പ്ലാനിങ് സഹായിക്കും. എക്സിക്യൂഷനിലേക്ക് വന്നാലോ, ഇവിടെയാണ് ഹൗ വാല്യൂ ഗെറ്റ്സ് ഡെലിവേർഡ് എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. നമ്മുടെ ബിസിനസ്സിൽ നമുക്കൊരു മൂല്യം ഉണ്ടാവുന്നതോ ആ മൂല്യം കിട്ടുന്നതായി ഫീൽ ചെയ്യുന്നത് എന്ത് കാര്യവും നടപ്പിലാക്കുമ്പോഴാണ്. ഇവിടെയാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ഏരിയ വരുന്നത്. അല്ലെങ്കിൽ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഒക്കെ നമുക്ക് വ്യക്തമായി നടപ്പിലായെന്ന് തോന്നുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിങ്ങിലൂടെ, സെയിൽസിലൂടെ, പ്രൊഡക്റ്റിലൂടെ, കസ്റ്റമർ സക്സസിലൂടെ, ഓപ്പറേഷൻസിലൂടെ. അപ്പോൾ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ റിസൾട്ട് കാണുന്ന ഇടം തന്നെയാണ്. ഇനി ടഫസ്റ്റ് പാർട്ട് ഇൻ ദ ജേണി, ഈ ബിസിനസ് യാത്രയിൽ എക്സിക്യൂഷനാണ് എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള ലെയർ. അപ്പോൾ നമ്മൾ നടപ്പിലാവുന്ന കാര്യങ്ങളെ നോക്കിയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഗ്രോത്ത് പലപ്പോഴും സംഭവിക്കുന്ന എവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജി സൈഡിൽ തന്നെയാണ്. കാരണം നമ്മുടെ ബിസിനസ്സിൽ ഇടയ്ക്ക് നമുക്ക് ഇത്തിരി ക്ഷീണം തട്ടുമ്പോൾ ഉടനെ എന്താ ചെയ്യാറ്? മാർക്കറ്റിംഗ് ഒന്ന് ശക്തമാക്കുന്നു, കുറച്ചും കൂടെ ക്യാമ്പയിൻ കൂട്ടുന്നു, കുറച്ചും കൂടെ പുതിയ പുതിയ ടൂൾസ്, മെക്കാനിസം, മെത്തേഡൊക്കെ ആഡ് ചെയ്യുന്നു, അല്ലേ? പക്ഷേ ഈ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രക്രിയയിലൂടെയാണ് സംഭവിക്കുന്നത് പറയാൻ കാരണം സ്ട്രോങ് എക്സിക്യൂഷൻ ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പ് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ഈ സ്ട്രോങ് എക്സിക്യൂഷൻ എന്ന് പറയുന്ന എന്തിൻ്റെ ഔട്ട്കമായിട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഒന്ന്, ക്ലിയർ സ്ട്രാറ്റജി ഉണ്ടെങ്കിലേ പ്രോപ്പർ എക്സിക്യൂഷൻ ഉണ്ടാവുള്ളൂ. ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രയോറിറ്റി ഉണ്ടാവണം, ഓർഗനൈസേഷൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടാവണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ ടീം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് വളരുന്ന കമ്പനികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വ്യക്തമായ സ്ട്രാറ്റജി ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ടുള്ള ഒരു ആനുവൽ ബിസിനസ് പ്ലാൻ ആയിരിക്കും, ക്വാർട്ടർലി പ്ലാൻ ആയിരിക്കും, മന്ത്ലി ടാർഗറ്റ് സെറ്റിംഗ് പോലുള്ള കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ ഓരോന്നിനും വ്യക്തമായിട്ടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള
ഒരു ഗൈഡ് ലൈൻ അവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് മാനുവൽ സെറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, തെറ്റുകൾ കുറവായിരിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് കറക്റ്റായിട്ടുള്ള രീതിയിൽ പോകുന്നതും വളർച്ച നിലനിർത്താൻ പറ്റുന്നതും നമ്മൾ പറഞ്ഞതുപോലെ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ചിന്തിക്കുക, ഒരു പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാനും അത് നിലനിർത്താനും ശ്രമിക്കുമ്പോൾ ഈ 3 ലെയറുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സിക്യൂഷൻ മാത്രം നോക്കി പോയാൽ പോരാ, പ്ലാനിങ് മികച്ചതാവണം. ആ പ്ലാനിങ് ഏറ്റവും സൂപ്പർ ആവണത് അടിപൊളിയായിട്ട് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുമ്പോഴാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ബിസിനസ്സിലുണ്ടെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക. താങ്ക് യു.